വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തങ്ങളെ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. കണ്ണന്താളി കുടുംബത്തിലെ 5ാമത്തെ തലമുറയിലെ പാദുഷത്തങ്ങൾ. അതെ, ഞങ്ങൾ കോഴിക്കോട് നിന്ന് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുത്തിട്ട് വന്നത്. ഓക്കെ, താങ്ക് യു. അവസാനം കണ്ട് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് നടന്ന ഏകദേശം 10-70 വർഷം എൻ്റെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചെങ്കിലും നമ്മുടെ കേരളത്തിൽ UDF അല്ലാത്തൊരു സംവിധാനം ഉണ്ടായിരുന്നത്. EMS വന്നു, ശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു. CH മുഹമ്മദ് ഒത്തിരി കാലം 6 ദിവസത്തോളം പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഗർജിക്കുന്ന സിംഹക്കായിരുന്നു ആര്? പിന്നെ CH മുഹമ്മദ് ഒക്കെ. ഈ സമുദായത്തിന് കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പറയാൻ കാരണം വേദനയുണ്ട്, പറയുന്നില്ല. സമുദായം ഭിന്നിപ്പിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ട്. അതായത് പാണക്കാട്ട് തങ്ങന്മാരുണ്ട്, ഇവിടെ ഒരുപാട് സമുദായ നേതാക്കന്മാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 2 മാസപ്പിറവിയും ഒരു വജ്ജഹത്തും ഒരു തക്ബീറുമുള്ള ആളുകൾ 2 മാസപ്പിറവിയും 2 ദിവസം ഇവിടെ തീർക്കുന്നത് എന്തിനാ? ഇസ്ലാമിയത്തല്ലല്ലോ, ശരീഅത്ത് അങ്ങനെയല്ലല്ലോ. ശരീഅത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, കേട്ട അറിവുകളുണ്ട്. പക്ഷേ ഇവിടെ നടന്നത് കൃത്യമായി പറഞ്ഞാൽ അസഭ്യമാണ് നടന്നത്. കൃത്യമായി തന്നെ പറയുക. ഇത് കണ്ടുപഠിക്കാൻ ആരെ കണ്ടു പഠിക്കണം? ഞാൻ തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നത് അറിയോ? ഈ സുന്നി പ്രസ്ഥാനം, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, തരീഖത്ത്, അങ്ങനെ ഒരുപാട് സംഘടനയായിട്ട് ഇതിങ്ങനെ കേരളത്തിൽ ഏറ്റവും തോന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരുപാട് വേറിട്ടൊരു സംഘടനകൾ ഉണ്ടാക്കി. അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ ഒരു ചേതോവിഹാരം? അത് ഈ പ്രാസ്ഥാനികമായി സമ്പന്നരാകുക എന്നുള്ളൊരു സംവിധാനം കൂടെ ഉണ്ട്. നിങ്ങൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ മറ്റതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇദ്ദേഹം മറ്റതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവും. അതിനൊക്കെ ഓരോ ട്രഷറികൾ ഉണ്ടാവും. അടുത്തായിട്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും തോന്ന വഖഫ് സമ്പത്തുള്ള ഒരു രാജ്യം ഇന്ത്യ. റെയിൽവേ കഴിഞ്ഞേറ്റം എന്ന് പറഞ്ഞാൽ ഭൂമി വഖഫിൻ്റെലാന്ന് പറയുന്നത്. ഈ വഖഫിൻ്റെ ഭൂമി ഈ നമ്മളെ മുസ്ലിം സംഘടനാ നേതൃത്വം അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തി ചെയ്തായിട്ട് താങ്കൾക്കറിയോ? ഒരു വഖഫിൻ്റെ ചില ട്രിബ്യൂണലൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പല കേസിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ അടുത്ത് ഇവിടെ ഒരു പള്ളി പ്രസിഡൻ്റായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ എറണാകുളത്തും അതിൻ്റെ ഒരു ട്രിബ്യൂണൽ ഇവിടെ പിന്നെ കോഴിക്കോടും ഉണ്ട്. പിന്നെ വഖഫ് ബോർഡുണ്ട്. പക്ക ഫ്രോഡാണ്. കൃത്യമായി പറഞ്ഞാൽ അവിടെ കുറേ പെൺപിള്ളേരും അതിനനുസരിച്ച് ആൺപിള്ളേരും ഇരുന്നിട്ട് ഓഫീസർമാരാണെന്ന് പറഞ്ഞാൽ അവർ പഞ്ചാരടിച്ചിരിക്കുക എന്നല്ലാതെ എന്താണ് വഖഫ് ബോർഡ്, എന്താണ് വഖഫ് നിയമങ്ങൾ, ഈ സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. അവർ കട്ടൻ ചായ കുടിക്കുക, അവിടെ പാൽ ചായ കൊടുത്ത് കുടിക്കുക, ലഡു തിന്നുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക. 4 മണിയാകുമ്പോൾ അവർ ബൈക്കോ കാറോ എടുത്ത് അവരെ വീട്ടിൽ പോവുക. വേറെ ഒരു വർക്കും പണിയും വഖഫിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നില്ല. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകാൻ ശക്തരായ നേതൃത്വം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് താങ്കൾ പറയുന്നത് അതിനെ സംബന്ധിച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ചക്രവർത്തിമാർ വന്നിട്ടുണ്ട്. ഇത് ഏകീകരണം ഉണ്ടാക്കി ഒരു സമുദായത്തെ കൊണ്ടുപോകാനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. ബാബർ വന്നു, അക്ബർ വന്നു, പക്ഷേ ശരീഅത്തനുസരിച്ചല്ല അവരൊന്നും വന്നത്. കൃത്യമായ ശരീഅത്തും നടന്നില്ല. ടിപ്പു സുൽത്താനെ പറ്റി താങ്കളുടെ അഭിപ്രായം? ടിപ്പു സുൽത്താന് ഞാൻ പറഞ്ഞില്ലേ,